എടാ എന്റെ പൊന്ന് മൃദുലകുമാറെ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞു. ഞാൻ എന്റെ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിന് വേഷം ഇല്ല. രാവിലെ തൊട്ട് നിന്റെ ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യലല്ലേ എന്റെ പണി. ഏതെങ്കിലും ഫോണിൽ നിന്ന് എന്നെ വിളിച്ചാൽ ഞാൻ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ. മൃദുലകുമാറെ നീ വൈ. എന്തോടെ മക്കളെ വിഷയം? ഒന്നും പറയണ്ട അച്ഛാ. ഒരു വെബ് സീരീസ് എടുത്തില്ലായിരുന്നു, അതിൽ വേഷമൊന്നും പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഡെയിലി ഓരോ നമ്പറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാവർക്കും കൂടെ വിളമ്പി കൊടുക്കാൻ ഞാൻ സമൂഹ സദ്യ നടത്തണത്. കൊടുക്കല്ലേ മക്കളെ, ഇങ്ങനെയുള്ള ഒരുത്തനും കൊടുക്കൂല. മക്കളെ എനിക്കൊരു ആഗ്രഹം പറയാനുണ്ട്. അതിന്റെ ഷൂട്ട് കഴിഞ്ഞ്. അയ്യോ അതല്ല മക്കളെ, അവളില്ലാത്തപ്പോഴേ എനിക്കിത് പറയാൻ പറ്റും. പറ അച്ഛൻ പറ. മക്കളെ അങ്ങ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കണം, ഞാൻ പറയാം. പറ. എനിക്ക് പട്ടായ പോണം. പട്ടായ. നീ ചിരിക്കും നേരം അച്ഛന്റെ കണ്ണീർ നീ ഒന്നു വാടിയാലും കാണാതെ നെഞ്ചം വിങ്ങില്ലേ. പട്ടായ. എങ്ങനെ? ഞാൻ അച്ഛന്റെ മരുമോനാണ്. നിങ്ങളെ മോളെ ഞാൻ കെട്ടിയോണ്ട് പറയുമല്ലോ, ഹൈപ്പർ പെണ്ണാണ്. അവളെ ഇല്ലാതെ ഒരു സ്ഥലത്ത് പോവാൻ അവള് സമ്മതിക്കൂല. അതുകൊണ്ട് നമുക്ക് 3 പേർ കൂടെ പട്ടായ. അയ്യോ 3 പേർക്കും കൂടെ പോകാനായിട്ടെ പട്ടാമ്പി നേർച്ചക്കല്ല പോണത്, പട്ടായ ബീച്ചിലാണ് പോണത്. മക്കളെ എങ്ങനെ ഈ ആഗ്രഹം സാധിച്ചതാണ്? അവളറിയുന്ന പ്രശ്നം. നീ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടറാ. എന്നിട്ട് നീ അങ്ങോട്ട് പിണങ്ങിപ്പോ. അങ്ങനെ പിണങ്ങിപ്പോയ നിന്നെ വിളിക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരാം. ആ പോക്കിൽ നമുക്ക് നേരെ പട്ടായ പോവാം. എങ്ങനെ? പട്ടായ പോവാൻ വേണ്ടി കുടുംബത്തിൽ കലാപം ഉണ്ടാക്കണ കളവായി. അഥവാ അങ്ങനെ പോണോന്നൊക്കെ വെച്ചാലും ഫണ്ട് വേണ്ടേ? ഫണ്ട് നീ ചോദിക്കൂന്ന് എനിക്കറിയാം. ഫണ്ടല്ലേടാ മക്കളെ ഈ കിടക്കണത്. അരഞ്ഞാണോ? നോക്കട്ടെ. ട്രailer മാത്രമേ ഉള്ളായിരുന്നു, പടം നൂല. മക്കളെ അത് ഒരു പവമുണ്ട്. ഇല്ല സംഭവം ഇതൊക്കെ ഓക്കെ, പക്ഷെ അവളറിയാതെ എങ്ങനെ പോവും? എങ്ങനെങ്കിലും പോയേ പറ്റുള്ളൂ. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും പ്ലീസ്. പലിശക്ക് പൈസ തിരിച്ചു തരണം. എന്തോടാ വിഷയം അവിടെ? രമേശ് എണ്ണ വീട് വെക്കാൻ കണ്ട ഒരു പലിശക്കാരൻ്റെ പൈസ മേടിച്ചില്ലേ, അയാൾ എല്ലാവരും പൈസ കൊടുക്കാത്തോണ്ട് എല്ലാ ദിവസവും വന്ന് വീട്ടിൽ വന്ന് ബഹളമാണ്. പിന്നെ ഇപ്പൊ വീട്ടിൽ കയറി താമസിക്കുന്ന ഗുണ്ടായിസം. എടാ മക്കളെ നമുക്ക് ഈ പദ്ധതി ഇവിടെ ഇട്ടാലാടാ. അതായത് പലിശക്ക് പൈസ എടുത്താണ് ഈ വീട് വെച്ചെന്ന് വെക്കുക. അപ്പൊ നീ പൈസ കൊടുക്കാത്തോണ്ട് പലിശക്കാരൻ നിന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നു. അങ്ങനെ ഒരു ഐഡിയ ഇവിടെ അങ്ങ് പ്രാവർത്തികമാക്കിയാലോ? കൊള്ളാം. പക്ഷെ അവള് കണ്ടാലേ വിശ്വസിക്കുള്ളൂ ദിവ്യ. അതിനിപ്പോ എന്താണ്? എല്ലാത്തിനും നീ ഇടങ്ങേട് പറയാൻ നീ എന്തെങ്കിലും ഒരു പരിഹാരം പറ. എനിക്ക് പട്ടായ പോണം. കേറി വാടാ, തുറന്നിട്ടേക്കു എന്നെ. കേറി വാ. എടാ മൃദുലകുമാറെ, നിന്നെ ബ്ലോക്ക് ചെയ്താ നീ വീട്ടിൽ വന്നിരിക്കുവാണോടാ? ഒരു വേഷം എന്താ സാറേ? ഒരു വേഷം. എടാ എന്റെ വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എഡിറ്റിന്റെ വേഷം എന്താ? എന്താടാ ഇത്? ആരിത്? ഇതാണ് മൃദുലകുമാർ മണക്കാട്. യവനാ? ഞാൻ നിന്നോട് സ്നേഹമായിട്ടൊരു കാര്യം പറയാം. നീ എന്റെ പിറകെ നടക്കാത്ത സിനിമയിൽ അങ്ങനെ വല്ല ചാൻസ് ഉണ്ടാന്ന് നോക്ക്. സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച് നായികരെ തട്ടിക്കൊണ്ട് പോണ വേഷം അഭിനയിച്ചത്. പക്ഷെ ബ്രേക്ക് കിട്ടിയില്ല. അത് നിന്റെ അഭിനയം ശരിയല്ലായിരിക്കും. അഭിനയം സൂപ്പറായിരുന്നു. നായിക തട്ടിക്കൊണ്ട് ബൈക്കിലല്ലേ പോയത്, ബൈക്കിനും ബ്രേക്ക് ഇല്ലായിരുന്നു. നേരെ സംവിധാനം ഇടിച്ചു തീർപ്പിച്ചു. അത് കഴിഞ്ഞ് ക്യാമറ ഇടിച്ചു തീർപ്പിച്ചു. റെഡ് ക്യാമറ എന്നാണ് പറഞ്ഞത്. പിന്നെ നോക്കിയപ്പോ ക്യാമറ റെഡ് കളറാണ് നിന്നത്. ഞാൻ ക്ലാബ് ബോർഡും പിടിച്ചോണ്ട് ജിബിൽ ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ താഴെ ഇറക്കിയത്. ഇറക്കരുതടാ, താഴെ ഇറക്കരുത്, അവിടെ തന്നെ ഇരുത്തണമായിരുന്നു. എങ്ങനെയെങ്കിലും എന്നെ സിനിമയിൽ എടുക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറിയിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കണം. അതാണ് എന്റെ ആഗ്രഹം. അമ്മയിൽ മെമ്പർഷിപ്പ്? എന്റെ അമ്മയുടെ പെൻഷന്റെ കാര്യം പറയാൻ വേണ്ടി. ആരോടാ? ചേച്ചിയുടെ അടുത്ത്. നിന്റെ അമ്മയുടെ പെൻഷന്റെ കാര്യം നോക്കാനാണ് ചേതാമേന അവിടെ ഇരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അവരേതെങ്കിലും വഴിക്ക് ഇത് കാണുവാണെങ്കിൽ ഇവന്റെ അമ്മയ്ക്ക് ഒരിക്കലും പെൻഷൻ കിട്ടല്ലേ. ഇവനൊന്ന് പറഞ്ഞു വിടാം. ഒരു വേഷം, ഒരു കണ്ടക്ടറിന്റെ വേഷം, അല്ലെങ്കിൽ പോലീസുകാരന്റെ വേഷം, അല്ലെങ്കിൽ ഒരു പലിശക്കാരന്റെ വേഷം, അല്ലെങ്കിൽ ഒരു ഇത് കൊള്ളാല്ലടാ. ഇത് കൊള്ളാമോ? ഇതല്ല, ഇത് കൊള്ളാം. ഏത് സാറേ? പലിശക്കാരനെ അത് പിടിക്കാല്ലേ? എടാ ഒരു വേഷം ഉണ്ടെങ്കിൽ വാ. എടാ നമ്മള് പുതിയൊരു വെബ് സീരീസ് എടുക്കാം. പുതിയതാ? ആരും അറിയാതെ എങ്ങനെ പട്ടായ പോവാം എന്നാണ്. ആരും അറിയാതെ എങ്ങനെ പട്ടായ പോവാം? ഞാനാണ് പ്രൊഡ്യൂസർ. ഫണ്ടൊക്കെ ഉണ്ടാ, ഫണ്ട് തന്നേക്കണ. അപ്പൊ അതുകൊണ്ട് ആ വെബ് സീരീസ് എടുക്കാൻ വേണ്ടിയിട്ട്
ഒരു പലിശക്കാരൻ വേണം. പലിശക്കാരൻ? ആ. അത് അതായത് ഒരാൾ പലിശ വീട് വെക്കാൻ വേണ്ടി പലിശക്ക് പൈസ എടുത്തു, പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, പലിശക്കാരൻ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളം, അയാൾ വീട്ടിൽ കയറി താമസിക്കുന്ന ക്രൂരനായ ഒരു ഭീഷണിപ്പെടുത്തുന്നു, ഭീഷണി. ആ പലിശക്കാരനാണ് നീ. ഞാനെന്നാ പലിശക്കാരൻ? പലിശക്കാരൻ. സാർ ഒരുപാട് സന്തോഷം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓഡിയേഷൻ ഉണ്ട്. ഓഡിയേഷൻ ഉണ്ട്. പറഞ്ഞ ഞാൻ ഒന്ന് അഭിനയിക്കാം. അല്ല, ഇപ്പോഴാണ് ഓഡിയേഷൻ. കൊള്ളാടാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഡയലോഗിന്റെ ആണ് പറഞ്ഞ സ്ക്രിപ്റ്റ്. അതല്ല പറയുന്ന ആള്. എടാ, എന്റെ ഭാര്യ വിശ്വസിക്കണം. വിളി, ഞാൻ അഭിനയിച്ച് കാണിച്ചത്. എന്റെ ഭാര്യ വിശ്വസിച്ച് അത് കണ്ടിട്ട് അവള് 7 ദിവസം അവളെ വീട്ടിൽ പോയിക്കണം. എന്റെ അഭിനയം കണ്ടിട്ട് അത് 1 മാസം ആക്കി തരാം. ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിന്റെ വേഷം ഫിക്സ്. ഫണ്ടും ഫിക്സ്. ഫണ്ട് ഫിക്സ്. ഓക്കെ, പലിശക്കാരനായിട്ട് അഭിനയിക്കാം. ഭാര്യ വരും, അപ്പൊ നീ അഭിനയിക്കാം. അവള് വരാറായി. വരാറായി. വന്നടാ ഒന്ന് മക്കളെ. പലിശക്ക് പൈസ തിരിച്ചു തരണം. എത്ര നാളായി വിളിച്ച ഫോൺ എടുക്കണം. അതാണ് ചെയ്യേണ്ട. ഒരു മര്യാദ വേണം കേട്ടോ. പലിശക്ക് പൈസ ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കണം നിങ്ങൾ. അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട് സംഭവം. പലിശക്ക് പൈസ വാങ്ങിച്ചിട്ട് തരണം തിരിച്ച്. ഒരാഴ്ചയായിട്ട് വീട്ടിൽ പോയി നിൽക്കണം നിങ്ങൾ. അല്ല, പലിശക്കാരനാണ് എന്റെ കഥാപാത്രം, മനസ്സിലാക്കണം. പലിശക്ക് പൈസ എടുത്ത് അപ്പൊ ആ പൈസ കൊടുക്കാത്തുണ്ടെങ്കിൽ ഇവൻ വീട്ടിൽ കയറി വന്ന് താമസിക്കൂന്ന് പറയണ മക്കളെ. പലിശക്ക് പൈസ മനസ്സിലെ ഭ്രാന്ത് പഠിപ്പിക്കണം. ഞാൻ പലിശക്ക് പൈസ വാങ്ങിച്ചോ? തന്നെ ഞാൻ പലിശക്ക് പൈസ വാങ്ങിച്ചോ? വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിക്കുകയാണ് താൻ. എനിക്കത് അറിയണമല്ലോ. ഓപ്പറേഷൻ കുബേര എന്താണെന്ന് എനിക്കറിയോ? എനിക്കറിയാം. കോപ്പറേഷനുള്ള പെരേരയില്ലേ? ഏത് മണ്ടയാണ്? തന്റെ കയ്യിൽ നിന്ന് ആരാണോ പൈസ വാങ്ങിച്ചത്? പൈസ വാങ്ങിച്ചു. ആര് പൈസ? ഞാൻ വീട്ടിൽ കയറി താമസിക്കും. എന്റെ ഭർത്താവ് നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. എത്ര രൂപ വാങ്ങിച്ചു? എത്ര രൂപ വാങ്ങിച്ചു? നിനക്കല്ലേ അറിയാവോ? എടാ, എത്ര രൂപ വാങ്ങിച്ചു? അതെ, 5000 രൂപ. 5000 രൂപ. 5000 രൂപ പലിശ, 5 ലക്ഷം രൂപ മേടിച്ചു. അത് തന്നെ. 5 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് 5000 പലിശ തരണം. പലിശ തരണം. അതിന് ഇവിടെ വന്ന് ഇങ്ങനെ കാണിക്കാൻ ഒരാഴ്ച വീട്ടിൽ എത്തിക്കണം നിങ്ങൾ. പലിശക്കാരനാണ് കഥാപാത്രം. എന്തോന്നടാ വേർത്തില്ല സാർ. ഭയങ്കര ഓവർലാപ്പ്. നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവ എന്തോന്ന് കാണിച്ചത്? ഇവൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു വിടാതിപ്പം. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ പോരാ, ഇതുകൂടെ സീരിയസ് ആവണം. അതായത് എന്റെ ഷർട്ടിലൊക്കെ പിടിച്ച് കുലുക്കി ഞാൻ ഇവിടെ താമസിക്കണം. അങ്ങനെ പിടിക്കണം. അത് പറയണ്ട. ഞാൻ ഡയലോഗല്ലേ വെച്ച് കാച്ചു ആക്ഷൻ കാണിക്കണം. ഓടി വരണേ പൈസ. എന്റെ മരുമോനെ കൊല്ലാൻ നോക്കണേ. ഓടി വരണേ. നിങ്ങൾ ഒരാഴ്ച വീട്ടിൽ എത്തിക്കണം. പൈസ മനേക്ക് തരണം. Wow, nice. അടിപൊളി. അയ്യോ, നീ എന്തോന്ന് കാണിച്ച മോളെ? നീ എന്തോന്ന് കാണിച്ചത്? ഇത് കേസാവുന്നത്. വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിച്ചിട്ടല്ലേ? വീട്ടിൽ കയറി വന്ന് ഗുണ്ടായിസം കാണിച്ചതല്ല. പിന്നെ അയാളിന്ന് ഞാൻ പൈസ മേടിച്ചേക്കുമല്ലേ. അയാൾ ചോദിക്കാൻ പോയപ്പോ അയാളെ തലക്കടിച്ചെന്ന് പറഞ്ഞ കേസ് നിന്റെ പേരിലാവൂലേ? അയാൾ ഒരു കാര്യം ചെയ്യാം. ഈ പെണ്ണ് നിന്ന് ലോജിക്ക് ചിന്തിക്കണം. വിളിച്ചോണ്ട് പോയത് ഞാൻ ഏറ്റെടുത്തോളാം. ഇവൻ എന്ത് സംഭവിച്ചാലും മക്കളെ അടിയാനാണ് മിക്കവാറും ചാവാനാണ് സാധ്യത. ഇല്ല പേടിക്കണ്ട, ഞാൻ ഉത്തരവാദിത്തം. മക്കളുടെ കാര്യം ചെയ്യും. മക്കള് അപ്പച്ചീനെ വീട്ടിലോട്ട് പോകും ഒരാഴ്ചത്തേക്ക്. നീ ഒരു കാര്യം ചെയ്യും, നീ എന്റെ കൂടെ വാ. നമുക്ക് നേരെ പട്ടായിലോട്ട്. പട്ടാണി വക്കീലിനെ കണ്ടിട്ട് കേസ് ഒതുക്കി തീർക്കാം. മക്കളെ ലോജിക്ക് ചിന്തിക്കാതെ വീട്ടിൽ പോ. ഒരുത്തനെ കൊന്നിട്ടേക്കാണ്. ഉള്ള ഡ്രസ് മതി, എടുത്തോ. നിങ്ങളെ മോള് തന്നെ എന്തെങ്കിലും പറഞ്ഞ അപ്പഴേ ലോജിക്കും പിടിച്ചോണ്ട് പറഞ്ഞ പെണ്ണ്. സൂപ്പർടാ മണക്കാടെ. അടിപൊളിയായിരുന്നു കേട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, സംഭവം
ഇവിടെ എന്തൊരു പരിപാടി ഷൂട്ടിംഗ് എന്നും പറഞ്ഞ് വീട്ടിൽ വിളിച്ചു കയറ്റി തലക്കടിപ്പിച്ചിട്ട് എന്തൊരു പരിപാടി ഇവിടെ എന്താണ് പരിപാടി ഭാര്യയെ കൊണ്ട് തലക്കടിപ്പിച്ചിട്ട് ഇവിടെ എന്തിനാണ് രണ്ടും കൂടെ കാണിക്കുന്നത് എനിക്ക് എന്താണ് ഇവിടെ പരിപാടി നിന്റെ വൃക്ക എടുക്കാൻ പോണം അത് തന്നെ പരിപാടി വൃക്ക എടുക്കാൻ എവിടെ വൃക്ക എടുക്കാനുള്ള പരിപാടി ഇവിടെ സംവിധായകന്റെ സീരിയലിന്റെ സീരിയലിന്റെ മറവിൽ വൃക്ക എടുക്കാൻ നോക്കുന്നുണ്ടോ ഇന്നുണ്ടല്ല അയ്യോ പൊന്നെ അയ്യോ അടിച്ചു കൊന്നിട്ടേക്കണേ. നീ എന്തിനാ വീണ്ടും അടിച്ചത്? പിന്നെ എന്റെ ചേട്ടനെ അടിച്ച ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കോ? ഈ പെണ്ണിനെ അങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞു വിടാം അങ്ങോട്ട്. എടി നീ ഏതെങ്കിലും കിട്ടണ വണ്ടി കയറി എവിടെയെങ്കിലും പോ. അയ്യോ എങ്ങനെയെങ്കിലും ചെയ്യാൻ മതി പോടി. അച്ഛാ കുച്ചാ സിച്ചാ പിച്ച പോടി പോടി അങ്ങോട്ട്. ഇത് എന്തൊരു പെണ്ണ് ഒരുത്തനെ അടിച്ചു വന്നിട്ട് ഇത് ലോജിക്ക് പറയണം ആ പെണ്ണ്. കിടക്കുന്നു പോയി പട്ടായ 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 പട്ടായ. ഇല്ല അവൻ ചത്ത പട്ടായ. മൃദുല മൃദുല കുമാറേ മൃദുല കുമാറേ അടിപൊളിയാണോ നീ തന്നെ പരിപാടി. ഞാൻ പ്രൊഡ്യൂസർ അവൻ ഡയറക്ഷൻ ചെയ്യും. ഓക്കെ ഇവിടെ എങ്ങനെയാണ് റൂം റെന്റ് പട്ടായല്ലേ പട്ടായ റൂം റെന്റ് എങ്ങനെയാണ് ഇവിടെ നിന്ന് ബീച്ച് എത്ര ദൂരം ഉണ്ട് പട്ടായക്ക് പോകാൻ വേണ്ടി ബീച്ചാ ഓ ബോഡി മസാജ് എങ്ങനെ എല്ലാം ഉണ്ടാവും ബോഡി മസാജാ കടലിൽ എത്ര ദൂരം പോകണം അതാണ് എനിക്ക് അറിയണ്ട ആദ്യം എത്ര ദൂരോ ഇതാണ് ഇത് സംഭവേ നമ്മളാണ് പോകാൻ ഉദ്ദേശിച്ചെങ്കിലും പോയത് അവനാണെന്ന് തോന്നുന്നു പട്ടായയില്. ബോഡി മസാജ് പട്ടായ മക്കളെ തലക്കടി കിട്ടിക്കഴിഞ്ഞാൽ പട്ടായ പോകാൻ പറ്റുമോ? തലക്കടി കിട്ടി കഴിഞ്ഞാൽ പട്ടായ പോവാൻ പറ്റൂല. പിന്നെ? ഇതുപോലെ വട്ടായി പോവും. വെൽക്കം ടു പട്ടായ നൈസ് മീറ്റിംഗ്